23/6/2025 സമയം 9:22 രാത്രി PM. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് EMS ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നിട്ട് ഇപ്പം ഡോക്ടറൊക്കെ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പേസ് നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് പെണ്ണുങ്ങൾ പറഞ്ഞു അവിടെ ഇപ്പോൾ കിട്ടുന്ന തലമ തട്ടെടുത്ത അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ ചോറ് കഴിക്കണില്ല എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചോറ് ഈ സമയം ഞാൻ ചോറ് കഴിക്കൊക്കെ 11-12 മണിയൊക്കെ ആവും. ഇതെന്താ സംഭവം നിൽക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ചെറിയ മോൾ ഇപ്പം ഞാൻ കാണിച്ചു മോൾ പിന്നെ ചീത്ത എവിടെ മോളവിടെ ചെക്ക ഓടി ഇതാ പേടിച്ചിട്ട് അവിടെ വെച്ചാണ്. എൻ്റെ ഈ മോള് ഇവള് 2 തവണ എന്നോട് പറഞ്ഞു ഇപ്പം ചോറ് കഴിക്കണില്ല എന്ന്. ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്ക് ഇത്രമാത്രം പറഞ്ഞിട്ട് ഇത്രമാത്രം സ്നേഹം എന്താ മോളെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ ഇവര് ഞാൻ തുറന്നൊക്കെ ഡൗട്ട് എന്താണ് എന്നോട് ഇങ്ങനെ വിടാതെ പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ ബിരിയാണി കൂടുന്ന ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ EMS ഹോസ്പിറ്റലിൽ പോയി ഞാനും കുട്ടിയുടെ അമ്മയും കൂടി പെണ്ണുങ്ങളും കൂടി പോയിട്ട് വരുമ്പോൾ മക്കൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയതാ. ആരാ ഉണ്ടാക്കി സത്യം പറ ഇഞ്ചുമ്പിനെ നിങ്ങൾ രണ്ടാൾക്കും ഉണ്ടാക്കിയതാ കൈകോട്ടെ മാഷാ അല്ലാ. അങ്ങനെയാണ് എൻ്റെ കുട്ടികൾ പറഞ്ഞത് ഇപ്പം അതാ അപ്പം ഇത് ബിരിയാണിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കുറേ നേരം ഞാൻ മയൂരസ്കാരം കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം മൊബൈലും ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഇവർ വിടാതെ കാണിക്കണില്ല. അപ്പോൾ ഇത് ഒരു ഇംഗ്ലീഷിൽ പറയും സബ്സ്ക്രൈബോ അല്ല സബ്സ്പ്രൈസ് സബ്സ്പ്രൈസ് എന്ത് പണ്ടാറായിക്കോട്ടെ. ഇപ്പോൾ നിങ്ങളൊക്കെ സ്കൂളിൽ നിങ്ങളൊക്കെ സ്കൂളിൽ പൊടിച്ചു കളിയിട്ട് പന പോലെ ആവരുതിട്ടാണ്. നല്ല കുട്ടികളായിട്ട് കൈ കൂടി നല്ല പഠിക്കണട്ടാ നല്ല കുട്ടിയായിട്ട്. നാളെ എൻ്റെ മോളെ 24-ാം തീയതി 2 വർഷമായി കല്യാണം കഴിഞ്ഞ വർഷമാണ്. ഞാൻ ഇതൊന്നും അറിയില്ല കേട്ടാ സത്യം പറയാം. മോൾക്ക് 2 വർഷമായി കല്യാണം കഴിഞ്ഞിരുന്നുള്ളത്. ഞാൻ EMS ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ഉമ്മക്ക് പോകാൻ വിളിച്ചിട്ട് ഉമ്മ നാളെ നിങ്ങൾ മഗ്‌രിബിൻ്റെ ശേഷം വരണട്ടാന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് എനിക്ക് അറിയണില്ല കേട്ടാ. അപ്പം ഞാൻ ചോദിച്ചു ഇവർ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഒരു തവണ അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചാടിക്കിടന്നിരിക്കാന്നില്ല അവരവിടെ എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വേഗം പോകുന്നു. നിങ്ങൾ നാളെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വരണം എന്ന് അറിയുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയണില്ല. അവസാനം പിന്നെ ഓളെ ഇളയച്ചി പറഞ്ഞ് ഇളയച്ചിലാട്ടോ സോറി പറച്ചല് പറ്റി പേച്ചെന്നാത്തവും പറഞ്ഞ് ലാസ്റ്റ് ഇവർക്കൊന്നും മനസ്സിലാവണം ഞാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ 2 വർഷമായിട്ട് 2 വർഷം തെയ്യണമെന്ന് പറഞ്ഞു. 2 വർഷം വാർഷികം കല്യാണം കഴിഞ്ഞ 2 വർഷം തെയ്യാണ് വാർഷികം തെയ്യെന്ന് പറഞ്ഞിട്ട് അതിന് എന്തോ നാളെ വരുന്ന ഒരു പരിപാടി ഉണ്ട്. കേക്ക് മുറിക്കലും അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ടി തോന്നുന്നത്. അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. ഇനി നീട്ടിക്കൊണ്ടുപോയ അതിന് എന്താണ് വെൻ്റൻ്റെ സ്റ്റേഡിയം ഹനുമാൻ സ്റ്റേഡിയം എന്ത് നല്ല പറയാം വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നാളെ മോളെ വീട്ടിലേക്ക് ഞങ്ങളൊരു യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടി എല്ലാം ഉണ്ടാക്കി തന്നെ ഉപ്പാക്ക് വേണ്ടി എന്തായാലും ഇവിടെ കൊണ്ട് വെക്കട്ടെ. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. എനിക്ക് എന്തെങ്കിലും കണ്ട അപ്പൊക്കെ വിടണം. നിങ്ങൾ ആരെന്നെ ചീത്ത പറഞ്ഞാലും വേണ്ട എന്ത് വേണ്ടാത്ത കമൻറ്റ് ചെയ്യാനും പാടില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിലെ ഭക്ഷണങ്ങളൊക്കെ മോളുമായി പങ്കുവെച്ച് എൻ്റെ മോളുണ്ടാക്കിയ ഭക്ഷണം മാഷാ അല്ലാഹ്.